ജാമ്യം തേടി മലയാളി കന്യാസ്ത്രീകൾ NIA കോടതിയിലേക്ക് പോകുന്നു. ഇന്നു തന്നെ ജാമ്യാപേക്ഷ നൽകാനാണ് സഭാ നേതൃത്വത്തിന്റെ തീരുമാനം. ഈ നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേർത്തത്. ശരത്ത്, ഇന്ന് സഭാ നേതൃത്വം ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു വാർത്ത. പക്ഷേ പിന്നീട് 2 ദിവസം കൂടി കഴിയട്ടെ എന്നൊരു നിലപാടിലേക്ക് പോയി. പക്ഷേ ഇപ്പോൾ NIA കോടതിയെ സഭ സമീപിക്കുന്നു. വിവരങ്ങൾ ചർച്ച കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, പറഞ്ഞോളൂ ശരത്ത്, വിശദാംശങ്ങൾ പറഞ്ഞോളൂ. സേതുലക്ഷ്മി, ഇന്നലെ രാത്രി ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പൊടുന്നനെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സഭാ നേതൃത്വം തയ്യാറായത്. കേന്ദ്ര സർക്കാരിൻ്റേത് അമിത്ഷായുടെ നേരിട്ട ഇടപെടലും നിർദ്ദേശവും കൊണ്ടാണ് സെഷൽ കോടതി, അതായത് NIA സെഷൽ കോടതിയിൽ ബിലാസ്പൂരിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം വന്നത്. ഇത് സഭ അംഗീകരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുമാത്രമല്ല, ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ തന്നെ ഇക്കാര്യങ്ങളിൽ അമിത്ഷാ ചർച്ച നടത്തി എന്നുള്ളതാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി ഡൽഹിയിൽ വിളിച്ചു വരുത്തി ഇന്നലെ അമിത്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതുമാത്രമല്ല, RSSനെ പ്രതിനിധീകരിക്കുന്ന ഗഡ്കരിയുമായിട്ടും അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു ഇന്നലെ. ഈ കർക്കശമായ നിർദ്ദേശമാണ് മുഖ്യമന്ത്രിക്ക് അമിത്ഷാ നൽകിയത് ഇക്കാര്യത്തിൽ എന്നാണ് പുറത്തു വരുന്ന നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ്റെ നിലപാട് പൂർണ്ണമായ രീതിയിൽ എന്തായിരിക്കണമെന്ന ഒരു നിർദ്ദേശം അമിത്ഷാ ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ നൽകിയിട്ടുണ്ട്. അതും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് NIA കോടതിയിലേക്ക്, സെഷൻ കോടതിയിലേക്ക് ജാമ്യാപേക്ഷ നൽകുവാനുള്ള തീരുമാനമായി സഭാ നേതൃത്വം ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ സമയമെടുത്ത് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനായിരുന്നു തീരുമാനം. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതാണ്. കാരണം പോലീസ് അവരുടെ ജോലിയാണ് ചെയ്തതെന്നൊരു നിലപാടിലൊക്കെയായിരുന്നു വിഷ്ണുദേവ് സായി. അപ്പോൾ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അമിത്ഷാ ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വിഷയത്തിൽ കേന്ദ്രം ഗൗരവപൂർവ്വം ഇടപെടുന്നു എന്നും കന്യാസ്ത്രീകൾക്ക് എത്രയും വേഗം തന്നെ ജാമ്യം ലഭിക്കും, അവർക്ക് നീതി ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ന്യൂസ് മലയാളം ഈ കാര്യം അമിത്ഷാ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ഇന്നലെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി കാണുന്ന ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്, കേന്ദ്രം നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജാമ്യാപേക്ഷയ്ക്ക് മൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഹർജി ഫയൽ ചെയ്യാൻ വേണ്ടി സഭാ നേതൃത്വം തയ്യാറായിരിക്കുന്നത്. NIA കോടതിയിലാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് അഫിഡവിറ്റ് ഫയൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് പ്രോസിക്യൂഷന് അതിലൊരു കക്ഷിയാണ്, നിലവിലുള്ള കേസിൽ കക്ഷിയാണ്. ദുർഗിലെ സെഷൻ കോടതി റഫർ ചെയ്തിരിക്കുകയാണ് NIA കോടതിയിലേക്ക്. അതുകൊണ്ട് തന്നെ അതിൽ പ്രോസിക്യൂഷൻ്റെ കേസ് ഡയറി അടക്കം ഹാജരാക്കേണ്ടി വരും. ആ സമയത്ത് പ്രോസിക്യൂഷൻ നിലപാട് നേരത്തെ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അത് ജാമ്യം ലഭിക്കാൻ തടസ്സമില്ല അല്ലേ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ 10 മണിക്ക് തന്നെ ബിലാസ്പൂരിൽ 11 മണിക്കാണ് കോടതി ആരംഭിക്കുന്നത്. അതിന് മുമ്പ് തന്നെ സഭയുടെ അഭിഭാഷകർ ബിലാസ്പൂരിലേക്ക് തിരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. സേതുലക്ഷ്മി, ഓക്കെ ശരത്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ശരത് ലാൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. NIA കോടതിയെ ഇന്നു തന്നെ സമീപിക്കാനാണ് കന്യാസ്ത്രീകളുടെ തീരുമാനം, സഭയുടെ തീരുമാനം. പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വലിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അമിത്ഷാ സംസാരിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് സഭയുടെ ഈ നീക്കം കൂടി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം തന്നെ കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടുന്നു. അതിൽ ഈ MP-മാർക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിപക്ഷ MP-മാർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നീക്കം നടത്തുന്നു, ശ്രമങ്ങൾ നടത്തുന്നു, അതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരത് ലാലാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.